Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെയും കരുണയുടെയും വെളിച്ചം വിതറിയ വ്യക്തിത്വം. മാർ ജോൺ നെല്ലിക്കുന്നേൽ. പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു. അടിമാലിയിൽ സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടന്നതായി പരാതി. വിശദമായ വാർത്തയിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെയും കരുണയുടെയും വെളിച്ചം വിതറിയ വ്യക്തിത്വം. മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെയും കരുണയുടെയും വെളിച്ചം വിതറിയ വ്യക്തിത്വമാണെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഫ്രാൻസിസ് പാപ്പ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന് ഒരു പുതിയ ദർശനം നൽകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു കഴിഞ്ഞു. പുതിയൊരു സംസ്കാരത്തെ അദ്ദേഹം വളർത്തി. സ്നേഹവും പ്രത്യാശയുമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജനങ്ങളുടെ പാപ്പയായി ആണ് ഫ്രാൻസിസ് പാപ്പ അറിയപ്പെടുന്നത്. കാരുണ്യവും പ്രത്യാശയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത മന്ത്രങ്ങൾ. ജയിലുകളിൽ കഴിഞ്ഞവരോടും തെരുവുകളിൽ അലഞ്ഞവരോടും കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും അദ്ദേഹം കാണിച്ച കരുതലും സ്നേഹവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ശൈലികളും ജനങ്ങളെ ആകർഷിക്കുന്നതായിരുന്നു. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും അവിശ്വാസികൾക്കു പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞു. കാരണം മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ. പ്രകൃതിയെ സ്നേഹിക്കണമെന്നും അതിനെ ചൂഷണം ചെയ്യുന്നത് പാപമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. യുദ്ധത്തെ എതിർക്കുകയും യുദ്ധത്തിന് പരിശ്രമിക്കുന്നവരെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ ഉപയുക്തമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുസ്മരിച്ചു. വൈകുന്നേരം 5 മണിക്ക് സമർപ്പിതരുടെ നേതൃത്വത്തിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. തുടർന്ന് ആരാധന നടത്തി. തുടർന്ന് നടന്ന സമൂഹബലിക്ക് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപതയിലെ വൈദികർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു വേണ്ടി പ്രത്യേക അനുസ്മരണ പ്രാർത്ഥന നടത്തി. തുടർന്ന് നടന്ന മെഴുകുതിരി പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. പ്രദക്ഷിണയാത്ര തുടർന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. രൂപതാ വികാരി ജനറൽമാരായ മോൺ ജോസ് കരിവേലിക്കൽ, മോൺ ജോസ് പ്ലാച്ചിക്കൽ, മോൺ എബ്രഹാം പൊറയാറ്റ്, ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ട്,
ഫാദർ മാർട്ടിൻ പൊൻപനാൽ എന്നിവർ സ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു. വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയായ ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ 89 സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ 176 സെൻസസ് ബ്ലോക്കുകളുമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിലുള്ളത്. ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത്. വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു. ക്യാമറ ട്രാപ്പുകൾ സെൻസസിനായി ഉപയോഗിക്കുമെന്നും 4 ദിവസം കൊണ്ട് കണക്കെടുപ്പ് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൻ്റെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒക്കെ വളരെ അമൂല്യമായിട്ടുള്ളൊരു സമ്പത്താണ് യഥാർത്ഥത്തിൽ നീലഗിരി താർ. ലോകത്ത് 2000 താഴെ ഉള്ളൂ. അതിൽ തന്നെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഇരവികുളത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. 2015-16 കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ, എവിടെയാണ് കാണപ്പെടുന്നത്, എന്തൊക്കെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക. കാരണം നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ, കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങൾ കൂടിയാണ് ഈ സ്പീഷീസ്. ഉദ്ഘാടന ചടങ്ങിൽ CCF പ്രമോദ് PP, ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ RS, മുൻ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ജെയിംസ് കറിയ, മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ, മൂന്നാർ CFO സിബിൻ ND എന്നിവർ പങ്കെടുത്തു. പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറേബ്യൻ മേഖലയിലുമാണ് നീലഗിരി താർ എന്ന വരയാടുകൾ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലിയിൽ സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടന്നതായി പരാതി. ഇത് സംബന്ധിച്ച് ഒരു പരാതി അടിമാലി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതായാണ് വിവരം. തട്ടിപ്പിൽ വിവിധ ആളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട്. സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതിയാണ് അടിമാലി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സ്വർണ്ണവില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പിനിരയാക്കിയെന്ന തരത്തിലാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു പരാതി അടിമാലി പോലീസിന് ലഭിച്ചതായാണ് വിവരം. തട്ടിപ്പിൽ വിവിധയാളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട്. തട്ടിപ്പ് നടത്തിയാൽ ആദ്യം സമീപിച്ചവർക്ക് ലാഭവിഹിതമായി കുറച്ചു തുക നൽകി വിശ്വാസം നേടിയെടുത്തിരുന്നു. ഇതോടെ കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതായാണ് വിവരം. കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചതോടെ ലാഭവിഹിതം കൊടുക്കുന്നത് തടസ്സപ്പെട്ടു. മാസങ്ങളായി കൊടുത്ത പണമോ ലാഭവിഹിതമോ ലഭിക്കാതെ വന്നതോടെ ആളുകളിൽ സംശയമുയരുകയും പരാതി ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം. സമീപകാലത്തെ ഏലക്ക തട്ടിപ്പിനും പാതിവില തട്ടിപ്പിനും ശേഷമാണ് മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പ് പരാതി ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവെൻഷൻ ഉടുമ്പൻചോല MLA M. M. മണി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. M. M. മണി MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പോലീസുകാരെ സംബന്ധിച്ച് ഒന്ന്, നിങ്ങളുടെ ആർത്തിത്വം നിലനിർത്തണം. 2, നിയമസമാധാനങ്ങളെ പാലിക്കണം. 3, പൗരന്മാർക്ക് അവരുടെ സ്വത്തിന് നിയമം സംരക്ഷണം നൽകണം. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി EG മനോജ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബിനു K. ജോൺ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. DYSPമാരായ ജിൽസൺ മാത്യു, TB വിജയൻ, സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
കുറ്റാന്വേഷണ മികവിന് മെഡൽ നേടിയവർ, മറ്റ് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. സംഘടനയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും എം.എം. MLA നിർവഹിച്ചു. വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രാജാക്കാട് ശാഖ 27 ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ 3ാമത്തെ ബ്രാഞ്ചാണ് രാജാക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2019 രാജാക്കാട്ടിൽ ആരംഭിച്ച എക്സ്ട്രക്ഷൻ കൗണ്ടറാണ് ഇപ്പോൾ ബ്രാഞ്ചായി ഉയർത്തപ്പെടുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് കുട്ടി MV അധ്യക്ഷത വഹിക്കും. എം.എം. MLA മുഖ്യപ്രഭാഷണവും ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പ്രഥമ നിക്ഷേപ സ്വീകരണവും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് ഗോൾഡ് ലോൺ വിതരണ ഉദ്ഘാടനവും സൊസൈറ്റി മുൻ പ്രസിഡന്റ് VT അബ്രഹാം വായ്പ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കും. കഴിഞ്ഞ 56 വർഷക്കാലമായിട്ട് ഹൈറേഞ്ച് മേഖലയിലുള്ള അധ്യാപക അനധ്യാപകരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ടീച്ചേഴ്സ് സൊസൈറ്റി അതിന്റെ 3ാമത് ശാഖയാണ് രാജാക്കാട് ഇപ്പോൾ ആരംഭിക്കുന്നത്. രാജാക്കാട് 2019 ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറായിട്ട് ലളിതമായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ബ്രാഞ്ചായിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. AB ക്ലാസുകളിലായി 7500 അംഗങ്ങളാണ് സൊസൈറ്റിയിലുള്ളത്. സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ ഷാൻഡി തോമസ്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീലേഖ, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ MV ജോർജ് കുട്ടി, ദീപു ജേക്കപ്പ, ഷേർലി കെ പോൾ, എബ്രഹാം ഡൊമിനിക്ക, ഹണിമോൾ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി ഒരു ഇടവേള. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തയിലേക്ക്. തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനം വകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വനം വകുപ്പ് കുരിശ് പൊളിച്ച പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങ് പിഴുതുമാറ്റിയ ശേഷം അവിടെയാണ് കുരിശ് സ്ഥാപിച്ചത്. അത്രയും കാലം ഈ ഭൂമി കൃഷിക്കാരൻ്റെ കൈവശമിരുന്നു എന്നതിന് അടിസ്ഥാനപരമായ തെളിവ് ഇവിടെയുള്ള കൃഷിദേഹങ്ങളാണ്. 1991 പട്ടയം കിട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KM മാണിക്ക് പ്രദേശവാസികൾ കൂട്ടഹർജി നൽകിയിരുന്നു. പട്ടയ നടപടികൾക്കായി സംയുക്ത പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് അതേ വർഷം തന്നെ KM മാണി ഉത്തരവിട്ടതുമാണ്. അതിൻ്റെ രേഖകൾ പ്രദേശവാസികളുടെ കൈവശമുണ്ട്. അതായത് 1/4 നൂറ്റാണ്ടിലേറെയായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ പ്രദേശമാണിത്. LDF സർക്കാർ വനഭൂമിയായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്ന് തീരുമാനമെടുത്തു. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ശരാശരി 500ഓളം വരുന്ന ആളുകളാണ് അവിടെ വന്നു പോകുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പല ടൂറിസം കേന്ദ്രങ്ങളും
തങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ വനം വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒരു കയ്യേറ്റത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമാണിത്. മറ്റു കാര്യം ഇവിടെ കുരിശ് സ്ഥാപിച്ചത് വനം വകുപ്പിൻ്റെ ഭൂമിയിലാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. 40 വർഷക്കാലത്തിലധികം പഴക്കമുള്ള തെങ്ങ് പിഴുതു മാറ്റിയിട്ട് അവിടെയാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ 40 വർഷക്കാലം മുമ്പ് അയാളുടെ കൈവശം ആ ഭൂമി ഇരുന്നു എന്നുള്ളതിന് ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് അവിടെ നിൽക്കുന്ന കൃഷിദേഹണങ്ങളാണ്. അപ്പോൾ ആ കുരിശ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് ആ വാദം വനം വകുപ്പ് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടൊരു കാര്യമാണ്. റേഞ്ച് ഓഫീസർ ചോദിക്കുമ്പോൾ വനംവകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം വില്ലേജ് ഓഫീസർക്കില്ല. വില്ലേജ് ഓഫീസർ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത്. ചില റവന്യൂ വനം ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും സർക്കാരിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ്. വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ മെയ് 8 വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് LDF ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ നിലപാടെടുക്കും. 28 മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുമ്പോൾ പ്രദേശവാസികൾ നേരിട്ട് കാണാൻ സംവിധാനമൊരുക്കുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വണ്ടിപ്പെരിയാറിലെ മാംസവ്യാപാര കേന്ദ്രങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാരം നടത്താത്ത പക്ഷം പരാതിക്കിരയായ മാംസവ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമെന്ന് ഗ്രാമപഞ്ചായത്ത്. ജനകീയ സമിതിയുടെ പരാതിയിന്മേൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. സ്ലോട്ടർ ഹൗസ് നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ മാംസവ്യാപാര സ്ഥാപനങ്ങളിൽ അറവ് പാടില്ല എന്നും ഇതിനായി പ്രത്യേക സ്ഥലം ഇവർ തന്നെ കണ്ടെത്തണമെന്നും വിപരീത നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. വണ്ടിപ്പെരിയാറിലെ മാംസവ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അറവ് മാലിന്യങ്ങൾ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ വെച്ച് തന്നെ അറവ് നടത്തുന്നുവെന്നുമുള്ള ജനകീയ സമിതിയുടെ പരാതിയിന്മേലാണ് വണ്ടിപ്പെരിയാറിലെ മാംസവ്യാപാരികളുടെ അടിയന്തര യോഗം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തത്. ഈ വിഷയത്തിൽ അടിസ്ഥാനരഹിതമാണെന്നും ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യമാണ് പരാതിക്ക് പിന്നിലെന്നും മാംസവ്യാപാരികൾ യോഗത്തിൽ ആരോപിച്ചു. ഈ അബ്ദുസമദും അപ്പാസുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ബിസിനസ് പരമായിട്ട് ഈ അപ്പാസിന് ഇപ്പോൾ ഇറച്ചിക്കടയിൽ നിന്ന് വലിയ തോൽവിയാണ്. ഈ അപ്പാസ് എന്ന് പറഞ്ഞാൽ വളരെ മുൻ അപ്പോൾ ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഈ 10 പേരും ഞങ്ങൾ ഡീൽ മാറി. കാരണം ഇതിൻ്റെ ഉണ്ടപ്പോട്ടി അതിൻ്റെ ബിസിനസ്സുകാരനാണ്. ആ ബോട്ടിയൊക്കെ ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അബ്ദുസമദും ഇവരും കൂടെ ഒരു ഐക്യമായി. എന്നാൽ ഇവരുടെ ആരോപണങ്ങൾ പാടെ തള്ളി നിലവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെയുള്ള അനധികൃത അറവ് പാടില്ല എന്നും സ്ലോട്ടർ ഹൗസ് നിർമ്മാണ പൂർത്തീകരണം വരെ അറവിനായി മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും വ്യാപാരികളോട് യോഗത്തിൽ നിർദ്ദേശിച്ചു. മാംസം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വ്യാപാരവും കന്നുകാലികളെ വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ കെട്ടിയിടുവാൻ പാടില്ല എന്നും അറവ് മാലിന്യങ്ങൾ കൈത്തോട്ടിലേക്ക് നിക്ഷേപിക്കുവാൻ പാടില്ല എന്നും പഞ്ചായത്ത് സെക്രട്ടറി കർശന നിർദ്ദേശം വ്യാപാരികൾക്ക് നൽകി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഇറച്ചി വ്യാപാരം നടത്തുന്ന വ്യക്തികളെ ഇന്ന് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ചില പരാതികളുണ്ടായിട്ട്, അതായത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ഇറച്ചി വ്യാപാരം നടത്തുന്നതിൻ്റെ സൈഡിലൂടെ ചോറ്റുപാറ തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇറച്ചി കച്ചവടം നടത്തുന്ന പലരും വേസ്റ്റുകൾ, ഈ കടയുടെ വേസ്റ്റുകൾ തോട്ടിലൊഴുകുന്നൊക്കെ പരാതി വന്നിട്ടുണ്ട്. നിരവധിയായ കുടിവെള്ള വിതരണ പദ്ധതികളുള്ള പെരിയാർ നദിയിലെ ജലപരിശോധനയിൽ ജലം ഏറെ മാലിന്യം നിറഞ്ഞതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും നമ്മൾ തന്നെ ഇതിന് പരിഹാരം കാണണമെന്നും യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അറിയിച്ചു. യോഗത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെയുള്ള പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ മാംസവ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള കർശന നടപടികൾ ഉണ്ടാവുമെന്നും യോഗത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതിയിന്മേൽ കളക്ടർ നേരിട്ടോ മറ്റു വകുപ്പുകൾ നേരിട്ടോ നടത്തുന്ന പരിശോധനയിൽ പഞ്ചായത്തിനുമേൽ കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല എന്നും പഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള നടപടികൾ ലഭിക്കുന്ന ശിക്ഷാവിധികൾ വ്യാപാരികൾ ബാധവാന്മാരാണെന്നും മുന്നറിയിപ്പ് നൽകി. മാലിന്യ പ്രശ്നങ്ങൾ കരകയറാതിരുന്ന പഞ്ചായത്തിനെ ഇന്ന് ജില്ലയിലെ പഞ്ചായത്തുകളിൽ 5ാം സ്ഥാനത്തെത്തിച്ചത് പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയാണ്. ഇതിൽ ഏറെ സങ്കീർണമായ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തതെന്നും ഇതിൽ വണ്ടിപ്പെരിയാറിലെ മാംസവ്യാപാരികളുടെ സഹകരണം ഉണ്ടാവണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. തേക്കടി വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനപാലകൻ ഓട്ടോ ഡ്രൈവറെ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ചു താഴെയിട്ടു. കുമളി താമരക്കണ്ടം സ്വദേശി ജയചന്ദ്രന് നേരെയാണ് ആക്രമണം. ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സക്കീർ ഹുസൈൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഡ്രൈവറെ വലിച്ച് താഴെയിട്ടത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ കടയിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റ ജയചന്ദ്രൻ ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യപിച്ചെത്തി ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ ഇടിച്ചിടാൻ ശ്രമിച്ചത് തടയാൻ കയറി പിടിച്ചപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ഇരു കൂട്ടരും പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. CPI വെള്ളത്തൂവൽ ലോക്കൽ സമ്മേളനം നടന്നു. പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു CPI വെള്ളത്തൂവൽ ലോക്കൽ സമ്മേളനവും സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വെള്ളത്തൂവൽ ടൗണിൽ പ്രകടനം നടന്നു. പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്നത് BJP, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദി, ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് RSS സംഘപരിവാർ ശക്തികൾ. ഒരു RSSകാരനായ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നയാളല്ല. 2 ദിവസങ്ങളിലായിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. പൊതുസമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ബൈജു മാടപ്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു, മണ്ഡലം സെക്രട്ടറി KM ഷാജി, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PR സജി, സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 21 മുതൽ 25 വരെ പഞ്ചാബിലാണ് 25ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. തോട്ടം മേഖലയിലെ +2 പഠനം പൂർത്തീകരിച്ച നിർധന വിദ്യാർത്ഥികൾക്കായി വെളിച്ചം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജർമലിൻ നിർവഹിച്ചു. തോട്ടമേഖലയായ പീരുമേട് താലൂക്കിലെ നിർധന തോട്ടം തൊഴിലാളികൾക്ക് ജീവിത പ്രാരാബ്ദങ്ങളിൽ കൈത്താങ്ങാവുകയും ഒപ്പം ഇവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുപറ്റം സാമൂഹിക പ്രവർത്തകർ ചേർന്ന് വെളിച്ചം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകിയത്. രൂപീകൃതമായി ചുരുങ്ങിയ കാലയളവിൽ ജനശ്രദ്ധയാകർഷിച്ച സംഘടനയുടെ 2025-26 വർഷത്തെ പാഠ്യേതര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട്ടം മേഖലയിൽ നിന്നും +2 വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ രംഗം തെരഞ്ഞെടുക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് M. ഹരിദാസ് അധ്യക്ഷനായിരുന്നു. സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. நாங்கள் கான்சன்ட்ரேட் பண்ணுறோம். ஒன்று, அடுத்த தலைமுறையை நல்ல நிலைக்கு கடத்தி விடுவதற்கான ചെറിയ ഒരു മുയற்சி. 2, സോഷ്യൽ സർവീസ് സെക്ടർ, ഉടൽ ഊനമറ്റവർകളും. ട്രസ്റ്റ് ട്രഷറർ M. രാജു സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജർമലിൻ കരിയർ ഗൈഡൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി K. കുമാർ വാളാടി, ട്രസ്റ്റ് അംഗം ST രാജ്, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ മുരുകേശൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ട്രസ്റ്റ് അംഗങ്ങളായ മുൻ അധ്യാപകൻ ഷൺമുഖ സുന്ദരം, ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ST രാജ്, K. കുമാർ വാളാടി തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. തോട്ടമേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായ വിദ്യാർത്ഥികൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പങ്കെടുത്ത് മാർഗരേഖ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ, ജെന്നിഫർ, ഡോക്ടർ ശശികുമാർ, ഡോക്ടർ സരിത മാരിമുത്തു തുടങ്ങിയവരും വെളിച്ചം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെയും കരുണയുടെയും വെളിച്ചം വിതറിയ വ്യക്തിത്വം. മാർ ജോൺ നെല്ലിക്കുന്നേൽ.
പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു. അടിമാലിയിൽ സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടന്നതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.